ഹലോ ഫ്രണ്ട്സ്, ഇത് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കോഴിക്കോട്ട് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വലിയ അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞാൽ മാത്രം പോരാ, അതൊന്ന് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഈ ഒരു പാകത്തിന് കുറുകി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാനിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും മണൽത്തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഈ പാനിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കാം. നാളികേരം ചിരകിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ നാളികേരം നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഇതൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ജീരകവും ഏലയ്ക്കും കൂടി പൊടിച്ചതിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോഴിക്കോട്ടയുടെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത്, കാരണം ചില അരിപ്പൊടിയുടെ വറവനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ടൈറ്റായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല മാവ്. കാരണം ഇത്തിരി സോഫ്റ്റായി ഇരുന്നാൽ മാത്രമേ നമുക്ക് കോഴിക്കോട്ടയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. നമുക്ക് കൈകൊണ്ട് പരത്താൻ പറ്റുന്ന ഒരു ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത്രയും പോകുന്ന ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 കോഴിക്കോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഇത് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് പുറത്തൊന്നും വരാത്ത രീതിയിൽ ഇവിടെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുക. ചൂടോടെ തന്നെ തൊടുമ്പോൾ ചിലപ്പോൾ ഒട്ടുന്ന പോലെ തോന്നും, പക്ഷേ ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോഴിക്കോട്ടയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.